ആ നമസ്തേ പറയൂ. സാർ ആലപ്പുഴ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. പേര് പേരെന്തായിരുന്നു? അരുൺകുമാർ. ഏ പേര് അരുൺകുമാർ. അരുൺ അരുൺകുമാർ. അരുൺകുമാർ അല്ലേ? ആ ആ, ഓക്കെ അതെ. ഓക്കെ. അപ്പം സാറേ, എനിക്ക് നമ്മുടെ വിവാഹത്തിനെ കുറിച്ചും നമ്മുടെ ജോലി ഒന്ന് ക്ലിയർ ആവുന്നതിനെ കുറിച്ചും അറിയാനായിട്ടായിരുന്നു. വിവാഹം, ജോലി, ഓക്കെ. എത്ര അതെ. ആ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1985. 1985. ആ ജൂലൈ മാസം 19. ജൂലൈ മാസം 19. ഓക്കെ. രാവിലെ 10:07. 10:07 ആണ്. അതെ അതെ. ഓക്കെ. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം ആലപ്പുഴ ജില്ല. ഞാൻ പക്ഷേ ജനനം മാവേലിക്കരയാണ് ജനിച്ചത്. ജനനാണ് പ്രധാനം. ജനനാണ് പ്രധാനം. മാവേലിക്കര അല്ലേ? ജനനം മാവേലിക്കരയായിരുന്നു. മാവേലിക്കര. മാവേലിക്കര. നിങ്ങളുടെ നക്ഷത്രം ആയില്യാണോ? അതെ അതെ അതെ. ലഗ്നം എന്തായിരുന്നു? ലഗ്നം ചിങ്ങലഗ്നം. ചിങ്ങലഗ്നമാണ് അല്ലേ? ചിങ്ങലഗ്നം. അതെ. സന്ധ്യൊന്നുമില്ല. 28°56 കലയാണ്. അതായത് 1 മിനിറ്റ് കഴിഞ്ഞ്, അല്ല 4 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്നി ലഗ്നാവും. ഇതിപ്പോ സംശയമുള്ള സംഭവമാണ്. കന്നിയാണോ കന്നിയാണോ ലഗ്നം ഇത് നോക്കാം. എന്താണ്, വിവാഹം നടന്നിട്ടില്ല? എത്ര വയസ്സായി? ഇല്ല, ഇപ്പം 40 വയസ്സായിട്ട് വിവാഹം നടന്നിട്ടില്ല. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഞാൻ ചിലപ്പോൾ അത് സംഭവം ഈ ലഗ്നസന്ധി ആയതുകൊണ്ട് സംശയിക്കാൻ വഴിയുണ്ട്. കന്യാവാം. ഗ്രഹനിലയിലെല്ലാം എടുത്തിട്ടുള്ളതിലെല്ലാം ഈ ചിങ്ങലഗ്നം കാണിക്കുന്നത്. അതെ, അത് 28°, 59 കലയാണ്. അതായത് 1 ഡിഗ്രി പറഞ്ഞാൽ 4 മിനിറ്റേ ഉള്ളൂ. ഇനി ഇപ്പൊ നിങ്ങളെ ജനന സമയം നിങ്ങൾ എത്ര 1985. അപ്പോഴൊന്നും ഉറപ്പില്ല നമുക്ക്. ആശുപത്രിയിൽ കിട്ടുന്ന സമയമാണ് നിങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. അന്ന് പേരൻസിന്റെ കയ്യിൽ ചിലപ്പോൾ ജാതകമൊന്നും ഉണ്ടാവില്ല. അല്ല, ടൈം പീസ് നോക്കിയിട്ടുണ്ടാവില്ല അവര്. ഇപ്പൊ നമുക്ക് നോക്കിയറിയാം. അതായത് ഒന്നുമില്ല. വിവാഹം ഡിലേ ആവാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2ാം ഭാവത്തിന് തടസ്സം ഉണ്ടാവണം. ലഗ്നാലോ ചന്ദ്രാലോ. 7ാം ഭാവത്തിന് 8ാം ഭാവത്തിന് 2ാം ഭാവത്തിന് തടസ്സം. അതുപോലെ സന്താന ഭാവത്തിന് ബലക്കുറവ്. ഇതുണ്ടെങ്കിലേ വിവാഹം ഡിലേ ആവുള്ളൂ. ഇതാണ് വിധി. അതായത് 2ാം ഭാവത്തിൽ ശനി ചൊവ്വ രാഹു, അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ ശനി ചൊവ്വ രാഹു, അല്ലെങ്കിൽ 8ല് ശനി ചൊവ്വ രാഹു, അല്ലെങ്കിൽ 5ാം ഭാവത്തിന് സാധ്യമായ തടസ്സവും വ്യാഴത്തിന് ബലക്കുറവും വരുമ്പോഴാണ് വിവാഹം ഡിലേ ആവുക. അപ്പൊ നോക്കിയാൽ നമുക്ക് 2ന് തടസ്സം ഉണ്ടോ നോക്കിയാൽ കാര്യം മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് ചിങ്ങലഗ്നം ആണെങ്കിൽ 2ല് പ്രത്യേകിച്ച് തടസ്സമൊന്നും വരില്ല. അതേസമയം കന്നി ലഗ്നം ആണെങ്കിൽ 2ാം ഭാവത്തിലെ ശനി 2ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയും വരും. അപ്പൊ നിങ്ങൾ എന്താണ്? കന്നി ലഗ്നാണ്, ചിങ്ങലഗ്നം അല്ല. ചിങ്ങലഗ്നം അല്ലേ? അല്ല. ഓ ശരി. ഞാൻ കമ്പ്യൂട്ടറിലെ ഗ്രഹനില എടുത്തപ്പോഴേ ചിങ്ങലഗ്നം കാണിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ അടിക്കുന്ന സമയമല്ലേ, ഈ സമയം നിങ്ങൾ മാറ്റുന്നില്ലല്ലോ. ഓ ശരി ശരി. 10:07. എത്ര? 10:07. 10 മിനിറ്റ് 12 മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കന്നി ലഗ്നാണേ. ഓ ശരി. അതായത് 5 മിനിറ്റ് വേണ്ട ലഗ്നം മാറാൻ. നിങ്ങൾക്ക് ചിങ്ങലഗ്നത്തിന് വിവാഹം ഇത്ര ഡിലേ ഒന്നും ആവില്ല. 7ാം ഭാവാധിപൻ അത് 3ാം ഭാവത്തിൽ ഉച്ചം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 7ാം ഭാവാധിപന് യാതൊരു തടസ്സം കാണാനില്ല. മാത്രമല്ല 2ാം ഭാവത്തിന് തടസ്സമില്ല. ആ വിവാഹം ഡിലേ ആവില്ല. കന്നി ലഗ്നത്തിന് എങ്ങനെയാണ്? കന്നി ലഗ്നത്തിൽ 2ാം ഭാവത്തിൽ ശനി നിൽക്കുക, 2ാം ഭാവത്തിലേക്ക് ചൊവ്വ നോക്കുക, 7ാം ഭാവാധിപൻ നീചം ചെയ്ത് നിൽക്കുക. ആര്? ഗുരു. 7ാം ഭാവാധിപൻ നീചം ചെയ്ത് ഗുരു നിൽക്കുക, 8ാം ഭാവത്തിൽ രാഹു നിൽക്കുക. ഇത്രയും തടസ്സമാണ്. 8ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും വരിക. അത്രയും തടസ്സം ഉണ്ടാവുകൊണ്ടാണ് 40 വയസ്സ് ഒരു വിവാഹം നടക്കാത്തത്. അല്ലാതെ നിങ്ങൾ ചിങ്ങലഗ്നം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഫലം പറയാനേ പറ്റില്ല. ചിങ്ങലഗ്നാണെങ്കിൽ എന്നോ വിവാഹം കഴിഞ്ഞു. ഞാൻ ദശകളും കൂടി നോക്കിയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഏതാ ദശ നടക്കുന്നത് നോക്കിയിട്ട് പറയാം. കന്നി ലഗ്നാണ് കേട്ടോ. സമയം ഈ ഒരിക്കലും നിങ്ങൾ പറയുന്ന സമയം അല്ലാതെ ഈ സമയം ശരിയാക്കാതെ ജാതകം നോക്കിയാൽ ഫലം കിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഏതെങ്കിലും നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന സമയങ്ങളൊന്നും, അത് 85-ലൊന്നും ഒരിക്കലും ശരിയല്ല. ഇപ്പൊ പിന്നെ 3 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ശരിയാണെന്ന് എല്ലാ ഡോക്ടേഴ്സും നഴ്സുമാരും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർമാരോ അവരെ കോണ്ടാക്ട് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കലുണ്ട്. അപ്പൊ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പൊ കറക്റ്റാണ്. പക്ഷെ പണ്ട് ഒരിക്കലും അല്ലായിരുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന സമയത്തിലൊന്നും ഫലം പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ.
സാറേ ഈ കന്നിലഗ്നം വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കന്നിലഗ്നം വന്നാലേ ഇത്ര വിവാഹം മുടങ്ങുള്ളൂ. ഓ ശരി ശരി. അതല്ലാതെ നിങ്ങൾക്ക് ശുക്രദശ 26 വയസ്സ് മുതൽ ശുക്രദശ നടക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ വിവാഹം നടക്കാതിരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങലഗ്നാണെങ്കിൽ ആ ശുക്രദശയിലേക്ക് വിവാഹം നടക്കും. 3-ാം ഭാവാധിപന്റെ ദശയാണ് അത്. 2028 വരെ ഇപ്പൊ ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുക്രദശയില് ബുധന്റെ അപഹാര നടക്കുന്നല്ലേ? 1-4-24 മുതൽ 27 വരെയുള്ള സമയം ബുധന്റെ അപഹാര. ശുക്രദശയില് ബുധന്റെ എന്നോ നടക്കേണ്ട വിവാഹമാണ്. ചിങ്ങലഗ്നാണെങ്കിൽ വിവാഹം ഡിലേ വരില്ല. പക്ഷെ കന്നിലഗ്നത്തിന് നല്ല തടസ്സമാണ്. ശുക്രദശയാണെങ്കിൽ 9-ൽ നിൽക്കുന്ന ശുക്രനാണ്. ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഈ ലഗ്നാധിപന് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയാം, നിങ്ങളുടെ ജാതകത്തില് 5-ല് ഗുരു ഉണ്ട്. പക്ഷെ ഗുരുവിന് അമാവാസി ചന്ദ്രന്റെയും ചൊവ്വയുടെയും ഒക്കെ ദൃഷ്ടി വരും. പിന്നെ ഈ ലഗ്നാധിപനും നല്ല തടസ്സമാണ്. ലഗ്നാധിപൻ അമാവാസി ചന്ദ്രന്റെയും ചൊവ്വയുടെയും സൂര്യന്റെയും ബന്ധത്തിലാണ് 11-ല്. ഈ 10 മണി 7 മിനിറ്റ് സമയം പറഞ്ഞു. അതിന് മുമ്പേ ആയിരുന്നെങ്കിലോ ജന്മം, അതോ അങ്ങനെ വരുമോ? മുമ്പ് വന്നു കഴിഞ്ഞാലും ജാതകം ചിങ്ങലഗ്നത്തിന് ഇത്ര ഡിലേ വരില്ല വിവാഹം. ലഗ്നാണെങ്കിൽ വിവാഹം സമയം മാറി. 3-ാം ഭാവാധിപന്റെ ദശ, 3-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് വിവാഹം എപ്പോഴോ തന്നു. അതായത് 7-ാം ഭാവാധിപൻ ഉച്ചനായി വരില്ലേ? ഇപ്പൊ ചിങ്ങാണെങ്കിൽ 7-ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി ഉച്ചൻ ചെയ്ത് 3-ൽ നിൽക്കല്ലേ? ഇതേപോലെ ഈ നീചത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി ശുക്രന് വരുന്നത് ഒരു പ്രശ്നമാണോ? എങ്ങനെ? അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ല. ശുക്രന് വ്യാഴദൃഷ്ടി കൊണ്ടൊന്നല്ല. ശുക്രൻ എന്താണ്, നിങ്ങൾക്ക് 2-ാം ഭാവത്തിന് തടസ്സമുണ്ട്. 2-ാം ഭാവത്തിലെ ഉച്ച ശനി നിന്ന് 2-ാം ഭാവത്തിലേക്ക് നീച ചൊവ്വയുടെ ദൃഷ്ടി വാങ്ങിച്ച് അമാവാസി ചന്ദ്രന്റെ യോഗം ചെയ്ത ചൊവ്വയാണ് ദശ ദൃഷ്ടി വാങ്ങിക്കുന്നത്. 2-ാം ഭാവം പൂർണ്ണമായി 2 എന്ന് പറയുന്നത് കുടുംബസ്ഥാനാണ്. കുടുംബം ചേരാൻ ഡിലേ ആണ്, കുടുംബം വരുന്നില്ല. അതാണ് ഈ പ്രശ്നം. 7-ാം ഭാവാധിപൻ നീചം ചെയ്ത് നിൽക്കുന്നു. 7-ാം ഭാവാധിപന് അമാവാസി ചന്ദ്രന്റെയും ചൊവ്വയുടെയും ദൃഷ്ടി വരുന്നു. അപ്പൊ നീചനുമാണ്. അമാവാസി ചന്ദ്രന്റെ ദൃഷ്ടിയും കൂടി വരുന്നതോടുകൂടി ഗുരുവിന്റെ ബലം മൊത്തം കുറയും. അപ്പൊ 7-ാം ഭാവാധിപന് തടസ്സം, 2-ാം ഭാവത്തിന് തടസ്സം. അഷ്ടമത്തില് ആരാ നിൽക്കുന്നത്? അഷ്ടമത്തില് രാഹു. മനസ്സിലാവുണ്ടോ? അത് ചിങ്ങലഗ്നാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ലഗ്നം നിങ്ങൾ തന്ന ലഗ്നത്തിൽ ഫലം പറഞ്ഞാൽ ശരിയാവില്ല. അല്ല സാറേ, ഇപ്പം നമ്മളെ സമയം 10 മണി 7 മിനിറ്റ് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോ അതിന് മുമ്പേ ആയിരിക്കുമല്ലോ ജന്മം നടക്കാൻ ഇത് സാധ്യത. മുമ്പേ ആണെങ്കിൽ വിവാഹം നടന്നിട്ടുണ്ടാവും. മുമ്പേ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചിങ്ങലഗ്നാണെന്ന് വെക്കുക. ചിങ്ങലഗ്നാണെങ്കിൽ ചന്ദ്രൻ സൂര്യൻ അപ്പോഴും സൂര്യന് ബലമില്ല. ഈ ശുക്രദശയൊക്കെ മോശമാവുക ചെയ്യാം. ഇപ്പൊ ഈ ശുക്രദശ എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്? ശുക്രദശ സാമ്പത്തികമായിട്ടൊക്കെ വളരെയായി. ഞാന് ആയുർവേദ നഴ്സിംഗ് പിന്നെ റേക്കിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാർ. എങ്ങനെ? ആയുർവേദ നഴ്സിംഗും പിന്നെ റേക്കിയും ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ല, ശുക്രദശ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കന്നിലഗ്ന. ശുക്രദശയില് ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ തുടക്കമൊക്കെ കുറെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ. അല്ല, അത് എന്താ 2-9 ഭാവാധിപനാണ്. അതെ, നിങ്ങൾക്ക് ലഗ്നത്തിന് ബലം കുറവാണ്. ഈ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ലഗ്നാധിപൻ മോശമാണ്. ലഗ്നാധിപൻ ബുധൻ വന്നിട്ട് അമാവാസി ചന്ദ്രന്റെയും ചൊവ്വയുടെയും യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ലഗ്നബലം വളരെ കുറവാണ്. 11-ൽ സ്ഥിതിയുണ്ട്. പാവനാണെങ്കിലും 11-ൽ നിൽക്കുന്ന നല്ലതാണെന്ന് പറയും. പക്ഷെ ഒന്നും തരാൻ കഴിയില്ല ആ ബുധനെ. ബുധൻ അങ്ങനെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ലൈവില് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് കൺഫേം ചെയ്യണം. നിങ്ങളുടെ ലൈഫിലെ ഇൻഷുറൻസുകൾ ഓരോന്നും നോക്കിയിട്ട് നിങ്ങളത് കൺഫേം ചെയ്യണം. നിങ്ങളുടെ മാതാവിന്റെ അവസ്ഥ, പിതാവിന്റെ അവസ്ഥ, സഹോദരന്റെ അവസ്ഥ, കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അച്ഛനും അമ്മയ്ക്കും രോഗാവസ്ഥയുണ്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. 4-ലേക്ക് ശനി നോക്കില്ലേ? 4-ലേക്ക് ശനി നോക്കും. അതൊക്കെ ഉണ്ടാവും. പിന്നെ സൂര്യചന്ദ്രന്മാരെ അമാവാസിയാണ്.
അങ്ങനെ നിങ്ങളത് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാഹത്തിന് തടസ്സം വരുന്നത് കന്നി ലഗ്നം ആയതുകൊണ്ടാണ്. ചിങ്ങലഗ്നക്കാർക്ക് 7ാം ഭാവാധിപൻ ഉച്ചം ചെയ്ത് 3-ൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഡിലേ വരും, ഇത്രയും വലിയ കുഴപ്പം വരില്ല. മാത്രമല്ല നിങ്ങൾക്ക് 5ാം ഭാവത്തിൽ 5ാം ഭാവാധിപൻ ഇവിടെ ഉച്ചം തന്നെയാണ്, പക്ഷേ 2ാം ഭാവം തടസ്സം വരുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ തടസ്സം വരുന്നത്. 2, 6, 2, 7, 8 ലഗ്നാലും ചന്ദ്രാലും. അപ്പം അത് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ലഗ്നാൽ 2-ൽ ശനി നിന്ന് ചൊവ്വ നോക്കിക്കഴിഞ്ഞാൽ 2ാം ഭാവം മൊത്തം കെടുവേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം, ഖജനാവ് കാലിയാണെന്ന് അർത്ഥം, കയ്യിൽ കാശില്ല എന്നർത്ഥം, കയ്യിലൊന്നും നീക്കിയിരിപ്പുണ്ടാവില്ല. കാര്യം അവിടെ ഉച്ചശനി നിന്ന് ചൊവ്വ നീചം ചെയ്ത് ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി വരുമ്പോൾ 2ാം ഭാവം എപ്പോഴും വാക്ക്, ധനം, കുടുംബത്തിന് തടസ്സമുണ്ട്. മാറ്റം വരാനുള്ള ടൈമല്ലേ എന്ന് പറയാൻ പറ്റുമോ? മാറ്റം വരണമെങ്കിൽ ദശകൾ അനുകൂലമാവണം. ഇപ്പൊ ശുക്രദശയാണ് നടക്കുന്നത്, ശുക്രനില് ബുധന്റെ അപഹാരമാണ്, നല്ല അപഹാരം നടക്കുന്നത്, ശ്രമിക്കുക. അതിന് നല്ല അപഹാരം തന്നെയാണ്. ഇത്രയും ഡിലേ ആയി, 40 വയസ്സായി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ശുക്രനിലെ തുടക്കത്തിലെ ചിങ്ങലഗ്നൊക്കെ ആണെങ്കിൽ തുടക്കത്തിലെ വിവാഹമായി, ഇത്രയും ഡിലേ ഒന്നും വരില്ല. കന്നി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡിലേ വരുന്നത്. കന്നി ലഗ്നത്തിന് 7ാം ഭാവാധിപൻ നീചം പോയി ഇത്രയും തടസ്സങ്ങൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സൂര്യനും ചന്ദ്രനൊക്കെ വന്നിട്ട് ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്, ദൈവാധീനമുണ്ട്, രോഗങ്ങളുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ അച്ഛനും അമ്മയൊക്കെ കുഴപ്പമില്ലാതെ പോവും. കുഴപ്പമില്ലാതെ പോവും. എന്നാലും മാതാവിനാണ് കുറച്ചും കൂടി തടസ്സം. മാതാവുമായിട്ട് വാക്കിന് ഉണ്ടോ? കുഴപ്പമില്ല. എന്നാലും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന സംസാരമൊക്കെ വരും, അതേ ഉള്ളൂ. പക്ഷെ ഈ കാലിന് ചെറിയ അസ്വസ്ഥതയുണ്ട്, ഒരു ഇൻഫെക്ഷൻ ആയി പ്രശ്നമായിരിക്കുക അമ്മക്ക് അല്ലേ? അതെ. ശനിയുടെ അപഹാരത്തിലാണോ? എപ്പോഴാ വന്നത്? അത് ഞാൻ അന്നേരം ആ ടൈം നോക്കിയിട്ടില്ല, അതാണ് ഉണ്ടായ സമയം നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ദശ നോക്കിയപ്പം കേതുദശയില അത് ഉണ്ടായെന്നുള്ളതാണ്. ഈ ചിങ്ങലഗ്നം വെച്ച് നോക്കുമ്പം കേതുദശയില ഉണ്ടായെന്നുള്ള. കേതുദശ പറയുമ്പോ 2001 to 2007 ആണ്. 2007 സമയത്ത് ഉണ്ടായത്. പക്ഷെ അത് വന്നു മാറി. പിന്നീട് ഇപ്പം ഈ അടുത്തിടെയല്ല വീണ്ടും അത് ഒരു ഇൻഫെക്ഷൻ വന്നപ്പം പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തി. അല്ല, അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ നടന്നത് ഈ ശുക്രദശയില് ശനിയുടെ അപഹാരമാണോന്ന് ചോദിക്കുന്നത്. അതായത് 2021 ശേഷം 2021 അതെ. ഓക്കെ. കാര്യം ആ കേതു അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ശുക്രന്റെ വീട്ടിലാ കേതു നിൽക്കുന്നത്. ശുക്രന്റെ ഒരു വീട് കേടുവന്ന് നിന്നേ, 2ാം ഭാവം കേടുവന്നു. 2-ന് നല്ല തടസ്സമുണ്ട് കേട്ടോ. വിവാഹത്തിന് വേണ്ടതൊക്കെ ചെയ്യാം. ഓക്കെ. ഇത് കുറച്ച് ഡിലേ ഉള്ള ജാതകമാണ്, വിവാഹത്തിന് നല്ല ഡിലേ ഉണ്ട്. ബുധന്റെയും ഇനിയിപ്പോ ഉള്ളത് ബുധന്റെയും കേതുവിന്റെ അപഹാരമാണ്. ആ കേതുവിന്റെ അപഹാരമൊക്കെ വിവാഹത്തിന് നന്നായി ശ്രമിക്കുക കേട്ടോ. ബുധനും കേതു ഇപ്പൊ വിവാഹത്തിന് പറ്റിയ സമയമൊക്കെ തന്നെയാണ്. ശ്രമിക്കേണ്ടത്. നല്ല ഡിലേ ഉണ്ട്. 2ാം ഭാവത്തിന് തടസ്സം ഉണ്ടായതുകൊണ്ട് ജാതകവും കാര്യങ്ങളൊക്കെ വല്ലാതെ ബലം പിടിച്ച് നോക്കാതിരിക്കുക. 40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാതകം ഒന്നും നോക്കിയിരിക്കരുത് കേട്ടോ. ഓക്കെ. ഹലോ. പറയൂ സാറേ. ഇത് നമ്മുടെ ജോലിയെ നമുക്ക് നല്ലൊരു ഇതാവുന്ന ലഗ്നാധിപന്റെ ബലത്തിനനുസരിച്ചിരിക്കും. ലഗ്നത്തിലേക്കുള്ള ഗുരുദൃഷ്ടി മാത്രമേ നിങ്ങൾക്ക് ഒരു രക്ഷയുള്ളൂ. ആ ഗുരുവിനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഗുരുവിനെ പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തെങ്കിലും പരിഹാരങ്ങളോ എല്ലാം ചെയ്യാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. ഓക്കെ. നമസ്തേ. എന്തായാലും മിക്ക ജാതകങ്ങളിലുള്ള ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, മിക്കവാറും ലഗ്നസന്ധിയിലായിരിക്കും ജനനം വരിക. ഈ ലഗ്നസന്ധിയിൽ ആശുപത്രികളിൽ നിന്ന് 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ വ്യത്യാസം എപ്പോഴും കാണലുണ്ട്. 5 മിനിറ്റോ 10 മിനിറ്റോ വ്യത്യാസത്തിൽ തന്നെയാണ് ആശുപത്രിയിൽ ഉണ്ടാവുക. നമ്മളൊരിക്കലും ഒരു 5 മിനിറ്റിൻ്റെയോ 10 മിനിറ്റിൻ്റെയോ ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ജാതകത്തിനെ ശരിയാക്കിയതിന് ശേഷം ഒരിക്കലും ഈ വിവാഹം ഡിലേ ആവണമെങ്കിൽ 2ാം ഭാവത്തിനോ 7ാം ഭാവത്തിനോ 8ാം ഭാവത്തിനോ നല്ല ഭാവത്ത് വന്നാൽ മാത്രമേ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ 5ാം ഭാവം കെട്ടുപോകണം പൂർണ്ണമായിട്ടും, എന്നാൽ മാത്രമേ വിവാഹം ഡിലേ വരുള്ളൂ. അതല്ലാതെ കിട്ടുന്ന ജാതകത്തിൽ നമ്മൾ ഫലം പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫലം മൊത്തം തെറ്റായിരിക്കും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. മിക്കവാറും 5 മിനിറ്റ് 10 മിനിറ്റിലൊക്കെ ലഗ്നസന്ധികളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഇതിൽ തന്നെയാണോ ജനിച്ചതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫലം പറയാനുള്ളതാണ്. അത് മിക്ക ജാതകങ്ങളിലും പിറകിലേക്കാണ് സാധാരണ പോവുക. ചില സമയങ്ങളിൽ
അവരെന്നെ പറയും, നഴ്സുമാരോട് ചോദിച്ചാൽ അറിയാം. ഒരിക്കലും അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സമയം ഒന്നിച്ച് തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രീതിയിലും ഒരു രക്ഷയുണ്ടാവില്ല. അവർക്ക് ജ്യോതിഷം നോക്കലല്ല, അവർ കുട്ടീനെയും അമ്മേനെയും വേർപെടുത്തലാണ് അവരുടെ ശ്രദ്ധ. ജ്യോതിഷം നോക്കി സമയം നോക്കിയിരിക്കലൊന്നും, അത് ഇന്നത്തെ സമയത്ത് ആളുകളുണ്ട് എന്ന് നോക്കി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുന്നൊന്നും അത് ഉണ്ടായിരുന്നില്ല. ശുക്രൻ 6